ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനൊരു ചെറിയ വിശേഷമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞങ്ങളിതാ ഈ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മാരുതി സുസുക്കി ഷോറൂമിലാണ്. നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ കാര്യമെന്ന്. വേറെ ഒന്നുമല്ല, ഞങ്ങളൊരു വണ്ടി ബുക്ക് ചെയ്തിരുന്നു ഒരു മാസം മുന്നേ. അപ്പോൾ ആ വണ്ടിയുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. ഓണം സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണിപ്പോൾ എല്ലാ ഷോറൂമുകളിലും. കാരണം ഇപ്പം 5:30 6 മണിക്കൊക്കെ ക്ലോസ് ചെയ്യുന്ന ഷോറൂംസ് എല്ലാം തന്നെ ഓണ ടൈമിൽ 10 മണി 11 മണി വരെയൊക്കെ പ്രവർത്തിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. ഞങ്ങൾക്ക് ഇന്ന് ഡെലിവറി ടൈം പറഞ്ഞിരുന്നത് 5:30 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 5:30ക്ക് കോൾ ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ എന്താ നെയിം ബോർഡ് കൂടെ ചെയ്ത് കിട്ടാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ലേറ്റ് ആവും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ മാക്സിമം ഒരു പിറ്റേ ദിവസത്തേക്ക് ഡെലിവറി ആക്കാനായിട്ട് അവർ നോക്കിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പറ്റില്ല, അന്ന് തന്നെ വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 7:30 ആയപ്പോൾ വന്നായിരുന്നു ഷോറൂമിൽ. അങ്ങനെ 7:30ക്ക് വന്നപ്പോഴും വണ്ടിയില്ല, ആ സാധനം കിട്ടിയിട്ടില്ല. ഒരുപാട് ഡെലിവറി ഉള്ളത് കാരണം ഒരുപാട് വണ്ടിയുടെ നെയിം ബോർഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവർ ഡേ നൈറ്റ് ആ പണിയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ നാളത്തേക്കാണ്, ഇന്ന് പറ്റിയില്ല എന്നുകൊണ്ട് ഇത്ര ലേറ്റ് ആയതുകൊണ്ട് നാളെ വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ ഇത് എടുത്തിട്ട് വേണം, ഞങ്ങൾക്ക് ഓണം സമയമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ടൂറും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇന്ന് തന്നെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളില്ല, ഇന്ന് തന്നെ വണ്ടി വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ മാനേജർ വന്ന് കണ്ട് സംസാരിച്ചു. ഓക്കെ, നമുക്ക് ഇന്ന് തന്നെ വണ്ടി തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോയി പുള്ളി. ഇന്ന് തന്നെ നെയിം ബോർഡ് ഒരു 8:15 8:45 ഒക്കെ ആകുമ്പോഴേക്കും നെയിം ബോർഡ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെയിം ബോർഡ് യാർഡിലാണ് വണ്ടിയുള്ളത്, അവിടെ കൊണ്ടുപോയി നെയിം ബോർഡ് അതിൽ ഫിറ്റ് ചെയ്യിപ്പിച്ചിട്ട് വണ്ടി കൊണ്ടുവരാം എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാതെ. പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ബോറടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ തിരിച്ചു പോയി. കാരണം എൻക്വയറിക്ക് വന്ന ആൾക്കാരൊക്കെ ഈ ടൈമിലൊക്കെ പോയായിരുന്നു. കാരണം 7:30 ഒക്കെ കഴിഞ്ഞല്ലോ. 7:30ക്കാണ് ഞങ്ങൾ വന്നപ്പോൾ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഏകദേശം ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ട്. 8:30 9 മണിയൊക്കെ അടുപ്പിച്ചായിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ആരുമില്ല. ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഓരോ ഡെലിവറിക്കായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മളെപ്പോലെ ഇരുന്നവരായിരുന്നു. അവർക്ക് അവരുടെ വണ്ടി വരുമ്പോൾ അവർക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പേർ പുറത്ത് പോയി ചായ കുടിക്കാനും അങ്ങനെയായിട്ട് പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എൻക്വയറിക്ക് വരുന്ന ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാർ മാത്രമായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഫൈനൽ ഞങ്ങളുടെ വണ്ടി എത്തി. ഇതാണ് ഞങ്ങളുടെ വണ്ടി, എക്സ്പ്രസ്സോ ആണ്. അപ്പോൾ പിന്നെ ഇനി കുറച്ച് ഇവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ എന്താ പറയുക, പുതിയ വണ്ടിയാകുമ്പോൾ ഇങ്ങനെ ടയറിൻ്റെ ഇടയിൽ ഇങ്ങനെ ടയറിൻ്റെ അടി വെച്ചിട്ട് ഇങ്ങനെ നാരങ്ങ വയ്ക്കലും പിന്നെ ഇങ്ങനെ ഹാരം ചാർത്തലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവരുടെ കുറച്ച് സമയം അങ്ങനെ കുറച്ച് പോയി. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഇങ്ങനെ ഹാരമൊക്കെ ഇട്ടു ഫ്രണ്ടിൽ. പിന്നെ ഈ 4 ടയറിൻ്റെ അടിയിലും ഓരോ നാരങ്ങ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ന് തന്നെ ഇത് വണ്ടി പൂജിക്കാൻ 5:30 ആദ്യം പറഞ്ഞിരുന്ന ടൈം. അപ്പോൾ ഇന്ന് തന്നെ പൂജിക്കാം എന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്രയും സമയമായപ്പോൾ ഞങ്ങൾ അത് പറ്റില്ലല്ലോ, അമ്പലമൊക്കെ അടച്ചില്ലേ. അപ്പോൾ പിന്നെ ഇനി നാളെ തന്നെ പൂജിക്കുകയും വേണം. എന്നാലും അവർ ഫസ്റ്റായിട്ട് വണ്ടി ഇറക്കുമ്പോൾ ഇങ്ങനെ പൂവൊക്കെ ഇട്ട് തരുമല്ലോ, ഹാരമൊക്കെ ഇട്ട് തരുമല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പണിപ്പുരയിലൊക്കെയാണ്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ അല്ലാതെ തന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. ഇപ്പോൾ ഇതിൽ നമ്മൾ ഇവിടുന്ന് ഇറക്കുന്ന ഒരു വീഡിയോ മാത്രമാണുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഞങ്ങൾക്ക് ഈ വണ്ടി മാത്രമല്ല വേറൊരു വണ്ടിയും കൂടെ ഉണ്ട്, ഹോണ്ട സിറ്റി ഉണ്ട്. മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളപ്പോഴൊക്കെ വണ്ടിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ആൾക്കാർ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ വണ്ടി എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, ഹോണ്ട സിറ്റി ആകുമ്പോൾ നമുക്ക് സിറ്റി ഡ്രൈവിങ്ങിന് വലിയ, നമ്മളിവിടെ സിറ്റിയിൽ തന്നെ താമസിക്കുന്ന ട്രിവാൻഡ്രം. ഇപ്പോൾ സിറ്റി ഡ്രൈവിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ സിറ്റിയിലൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി എടുത്തത്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ട്യൂഷനൊക്കെ അടുത്തൊക്കെ തൊട്ടടുത്തൊന്നുമല്ല, കുറച്ച് മാറിയിട്ടൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ബൈക്കിൽ 2 പേരെയും കൂടെ കൊണ്ടുപോകാനായിട്ടും അവർക്ക് ഇരിക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കാറാകുമ്പോൾ നമുക്ക് ഏതൊരു ചെറിയ സ്പേസിലും, ചെറിയ കാറാകുമ്പോൾ കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റും. സിറ്റിയൊക്കെ ആകുമ്പോൾ അതൊന്നും പറ്റത്തില്ല. മെയിൻ പാർക്കിംഗ് ഇഷ്യൂ, ട്രാഫിക് ഇഷ്യൂ, ഇങ്ങനത്തൊക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഒരു ചെറിയ വണ്ടിയും കൂടെ എടുക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ് എക്സ്പ്രസ്സോയിലോട്ട് എത്തിപ്പെടുന്നത്. ആദ്യം ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട വണ്ടി ഇഗ്നീസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇഗ്നീസ് ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ടൊക്കെ തോന്നിയത് ഇരിക്കാനും കുറച്ചുകൂടെ ഹൈറ്റൊക്കെ ഈ വണ്ടിക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം. അതൊരു പ്രീമിയം വണ്ടിയാണ് ഇഗ്നിസ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ എനിക്ക് എന്തായിരുന്നാലും ഇഗ്നിസിനേക്കാളും ഇഷ്ടപ്പെട്ടത് എക്സ്പ്രസ്സോയാണ്. അങ്ങനെ അവസാനം എക്സ്പ്രസ്സോയിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വണ്ടി എടുത്തിട്ട് ഐശ്വര്യമായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ വണ്ടി എടുത്തതിന് ശേഷം വേറെ ഒരിടത്തും പോയില്ല, നേരെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. കാരണം പിന്നെ ഇത്ര ടൈം ആയില്ലേ, നമുക്ക് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല.
അപ്പോൾ എന്തായാലും നാളെ രാവിലെ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. ഇത്രയൊക്കെയാണ് വിശേഷം. അപ്പോൾ മറ്റൊരു നല്ല വിശേഷമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.